നബിതങ്ങൾ പോയത് ഒരു പിടി മണ്ണ് മതിയടാ ചെറുപ്പക്കാരാ. ഈമാനുള്ള ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതി നിനക്ക് രക്ഷപ്പെടാൻ. നബിതങ്ങൾ ഇറങ്ങിപ്പോയില്ലേ? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ കിടക്കുകയാണ്. പടച്ചവര് നബിതങ്ങൾ ഞെട്ടി ഉണരുമ്പോ തങ്ങളുടെ കൈകാലുകൾ ാണ്. അല്ലാഹുവിന്റെ റസൂല് പേടിച്ചിരിക്കുന്ന അബൂബക്കറിനോട് നബിതങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? യാ റസൂലല്ലാഹ്, ശത്രുക്കൾ മുകളിലെത്തി നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവര് താഴേക്ക് നോക്കിയാ നമ്മളെ കാണും നബിയേ, നമ്മളെ കൊല്ലും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പേടിച്ചു വിറച്ചുകൊണ്ട് സ്വഹാബത്ത് പെടുന്ന അബൂബക്കർ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാണ്, നബി തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്തേ നബിയെ ചിരിക്കുന്നത്? എന്തേ നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, ഞാനും നീയും മാത്രമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട് അബൂബക്കർ. മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട് അബൂബക്കർ. ആരാണ് യാ റസൂലല്ലാഹ്? അബൂബക്കറെ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഒരു വാചകമാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു ഭൂരിപക്ഷം കണ്ട് നീ ഭയപ്പെടണ്ട. ഭൂരിപക്ഷം കണ്ടിട്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? ബദറിൽ പടച്ചവനെ 313 പാപങ്ങളായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന സൈന്യമാണ്. ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്, ഭൂരിപക്ഷമല്ല വിജയിച്ചത്, ന്യൂനപക്ഷമാണ് വിജയിച്ചത്. എന്തിനാ നീ കൂടുതൽ നോക്കുന്നത്? ഉസ്താദ് മഗ്രിബിന് ഓതുന്ന ഒരു സൂറത്തുണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ 60,000 പടയുമായിട്ടാണ് വരുന്നത്, ആനയുമായിട്ടാണ് കടന്നു വരുന്നത്. 60,000-ഓളം വരുന്ന സൈന്യവുമായി